പുതിയ സിനിമ പെണ്ണ് കേസ് നാളെ റിലീസാവുകയാണ്. ഇന്ന് വൈകുന്നേരം മുതൽ നമ്മളൊരു പ്രീമിയർ പെയ്ഡ് പ്രീമിയർ തൊട്ട് തുടങ്ങുകയാണ്. അപ്പോൾ നാളെയാണ് ആക്ച്വലി ഒഫീഷ്യൽ റിലീസ് എന്ന് പറയുന്നത്. ഞങ്ങളെല്ലാവരും കൂടെ ചെയ്ത സിനിമയാണ്. ഹക്കീമുണ്ട്, ഞാനുണ്ട്, ഷാർക്ക, അജു ചേട്ടൻ, രമേശ് പിഷാരടി, അങ്ങനെ ഒരുപാട് കാസ്റ്റ് ഉണ്ട് ഈ സിനിമയിൽ. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സിനിമ റിലീസാവാണ്. ഇന്ന് വൈകിട്ട് 9-ാം തീയതി വൈകിട്ട് 7 മണി തൊട്ട് പെയ്ഡ് പ്രീമിയർ എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മളൊരു സോഫ്റ്റ് ലോഞ്ച് പോലെ തിയേറ്ററിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ബുക്ക് മൈ ഷോയിൽ കയറി തുടങ്ങിയിട്ടുണ്ട്. ബാക്കി എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ലല്ലേ ഒന്നുമില്ല, നമ്മള് ഡേറ്റ് 16 പ്ലാൻ ചെയ്ത് പെട്ടെന്ന് ഇങ്ങോട്ട് മാറ്റിയതിന്റെ ഒരു ധൃതിയൊക്കെ ഞങ്ങളിലുണ്ട്. ആ രീതിയിലുള്ള സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവും. കാരണം എല്ലാവരും 16 സിനിമ റിലീസിനായിട്ട് പ്രതീക്ഷയുണ്ടായിരുന്നത്. അതുകൊണ്ട് കഴിയാവുന്ന രീതിയിൽ നിങ്ങളുടെ സഹകരണം ഉണ്ടാകുമെന്ന് അപേക്ഷിക്കാം. താങ്ക് യു. നല്ല ചോദ്യങ്ങളൊക്കെ കിടക്കല്ലേ പോരെ? നിങ്ങൾ ഇന്നത്തെ പോലെ പെണ്ണേഴ്സ് നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ കേൾക്കുന്ന ആ ഒരു പെണ്ണേഴ്സ് അല്ല. പക്ഷെ ഒരു പെണ്ണ് പ്രതിയാവുമ്പോൾ എല്ലാ മാധ്യമങ്ങളും അല്ലെങ്കിൽ നാട്ടുകാരും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണല്ലോ പെണ്ണ് കേസ്. പെണ്ണ് സ്ത്രീ ഒരു കേസ് പെട്ടുപോകുമ്പോൾ പറയുന്നൊരു പേര്. ആ രീതിയിലാണ് അത് ക്യാച്ച് ചെയ്ത് തോന്നി. അങ്ങനെയാണ് പെണ്ണ് കേസ് എന്നുള്ള പേരിലേക്ക് വന്നത്. പെണ്ണ് കേസ് എന്ന് പറയുന്ന ഒരു പുരുഷൻ പെണ്ണ് കേസിൽ പെടുമ്പോഴാണ് പെണ്ണ് കേസ് എന്നുള്ള പേരിൽ വ്യാഖ്യാനിക്കാറ്, അല്ലെങ്കിൽ അങ്ങനെയാണ് ഇവിടെ പറയാറുള്ളത്. പക്ഷെ ഇവിടെ ഒരു പെണ്ണ് ഉണ്ടാക്കുന്ന കുറെ കേസിന്റെ പുറകെ കുറെ പുരുഷന്മാർ പോകുന്നതാണ് പ്രശ്നം എന്നുള്ളത്. അങ്ങനെയും കൊണ്ട് ആ പെണ്ണ് കേസ് എന്ന പ്രയോഗത്തിൽ നിർവചനം. ആദ്യത്തെ കാര്യം പറയുകയാണെങ്കിൽ ഇതൊരു റിയൽ ഇൻസിഡന്റിനെ ബേസ് ചെയ്തിട്ടാണ് ഈ കഥയുടെ തുടക്കം ഉണ്ടാവുന്നത്. ഈ അടുത്ത വന്ന വാർത്തകളൊക്കെ അതിനു മുന്നേ ഒരുപാട് എനിക്ക് 2007 കാലഘട്ടങ്ങളിൽ ഒരു സ്ത്രീ നടത്തിയ തട്ടിപ്പായിരുന്നു ഈ കഥയുടെ പ്രചോദനം എന്ന് പറയുന്നത്. ഇപ്പം കോമഡിയാണോ സിനിമ എന്ന് പറയുമ്പോൾ സിറ്റുവേഷൻ കോമഡിയാണ്. അതേപോലെ ഒരു ഇമോഷണൽ ഡ്രാമ കൂടി ഇതിനകത്ത് പടത്തിലുണ്ട്. സീരിയസ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ മലയാള സിനിമയിൽ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതേപോലത്തെ കുറച്ചുകൂടെ റൊട്ടാലിഫായിട്ടുള്ള ഒരു കഥാപാത്രം കിട്ടുമ്പോൾ എന്താണ് ഈ കഥാപാത്രം കേട്ട സമയത്ത് എനിക്കിതിനകത്ത് പ്രത്യേകതയായിട്ട് തോന്നിയതാണ് യൂഷ്വലായിട്ട് കേൾക്കുന്ന ഒരു വിമൻ പെർസ്പെക്റ്റീവ് അല്ല എന്നുള്ളതുണ്ടായിരുന്നു. അതാണ് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യം. എല്ലാവർക്കും അങ്ങനെയായിരിക്കും എനിക്ക് അറിഞ്ഞുകൊണ്ട്. പക്ഷെ എനിക്ക് നമ്മളെപ്പോഴും കാണുന്നത് ഭയങ്കര എന്താ പറയുക, സോഫ്റ്റ് ആയിട്ടുള്ള അങ്ങനത്തെ പെൺകുട്ടികളെ നമ്മൾ കാണുന്നു. അങ്ങനെയല്ല, യൂഷ്വലി സിനിമകളിൽ വരുന്നത് പോലെ അല്ല എന്നുള്ളതായിരുന്നു എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടായിരുന്ന ഒരു കാര്യം. അത് കേട്ടപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ത്രെഡ് നല്ലതായിരുന്നു. നല്ല കുറെ കാസ്റ്റും കുറെ ആൾക്കാരെ എപ്പോഴും നമുക്ക് നന്നായി തന്നെയാണ് വിചാരിക്കുന്നത്. നോർമലി നമ്മൾ ഒരു ഇത് കാണുമ്പോൾ ഏകദേശം ഒരു സിനിമയുടെ ട്രെയിലർ കാണുമ്പോൾ ഏകദേശം ഒരു കാൽക്കുലേഷൻ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയായിരിക്കും കഥ, ഇങ്ങനെയായിരിക്കാം അവസാനം, ഇങ്ങനെയായിരിക്കാം ഇന്ന കാരണങ്ങൾ കൊണ്ടാവും പുള്ളിക്കാരി ഇങ്ങനെ കൊണ്ട് ചെയ്യുന്നത് എന്നൊക്കെ ഒരു കാൽക്കുലേഷൻ ഉണ്ടാവും. അപ്പൊ അതൊക്കെ ബ്രേക്ക് ചെയ്യുന്ന ഒരു ഇതായിരിക്കും. അതോ സ്ഥിരം പ്രഡിക്റ്റബിൾ ഇല്ല, അങ്ങനെയല്ല. എല്ലാ സിനിമകൾക്കൊക്കെ ഉള്ള കഥയൊക്കെ തന്നെയാണ്. വലിയ ഭയങ്കരമായിട്ട് മാറ്റാണ്ടെന്നൊന്നും പറയാനില്ല. പക്ഷെ ഞാനല്ലേ, എന്നെ സംബന്ധിച്ച് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഈ ഒരു ഫാക്ടറാണ്. നമ്മൾ യൂഷ്വലി കാണുന്ന ഒരു വുമൺ പെർസ്പെക്റ്റീവ് കഥയല്ല എന്നുള്ളതായിരുന്നു എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. പിന്നെ അത് മാത്രമല്ല,
ഒരു ഫീമെയിൽ സെൻട്രിക് സിനിമ എന്ന് പറയുന്നതിലും ഇത് ഈ കേസിൽ പെട്ടുപോകുന്ന ആളുകൾക്ക് എല്ലാവർക്കും ഒരു സ്റ്റോറി ഉണ്ട് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. സബ്ജക്ട് കേൾക്കുന്ന സമയത്ത് കാരണം എല്ലാവരും ഒരു സബ്ജക്റ്റിന് സിനിമ ഇറങ്ങുന്ന സമയത്ത് എല്ലാവരും പറയട്ടു നമുക്ക് പറയാനുള്ള കഥകളുണ്ട് എന്ന് പറയുന്നത് അങ്ങനത്തെ ഇങ്ങനെ സിനിമകൾ വരണം എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഇതേപോലെ സിനിമ ഇറങ്ങുവാണ്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു കഥയുടെ സമയത്ത് അല്ലെങ്കിൽ ഇത് സിനിമയാകുമ്പോൾ കഥാപാത്രം എന്റെ ക്യാരക്ടറാണ് ഇതിനകത്ത് ഈ നീല ഉണ്ടാക്കുന്ന ക്യാരക്ടറിന്റെ കേസ് എല്ലാം അന്വേഷിച്ച് അതിന്റെ സത്യം എന്താണെന്ന് കണ്ടെത്തുന്നത്. ബാക്കി പറഞ്ഞ പോലെ ഫെബ്രുവരിയോട് ഒരു വർഷം മുന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അന്ന് മുതൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം എനിക്ക് യൂണിഫോമിന്റെ ഒരു പോലീസ് പരിപാടി സ്ക്രീനിൽ ആദ്യമായിട്ട് ഇതിനകത്താണ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. അപ്പൊ എങ്ങനെയുണ്ടാവും പിന്നെ നമ്മൾ കാണുന്ന ഒരു ഭയങ്കര പോലീസ് എന്ന് പറഞ്ഞ് കാണുന്ന രീതിയിലല്ല എന്റെ ക്യാരക്ടറിന്റെ ആർക്ക് കിടക്കുന്നത്. പുള്ളി ഒരു അത്യാവശ്യം സൗമ്യനായ നല്ലവനായിട്ടുള്ള പോലീസുകാരനാണ്, സത്യസന്ധനായിട്ടുള്ള ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനാണ്. അങ്ങനെ ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അതൊക്കെയാണ് എന്നെ ഭയങ്കരമായിട്ട് ഇതിനകത്ത് ഇത് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. നോർമലി ഇപ്പൊ ഇങ്ങനെ ഒരു സബ്ജക്ട് ഇറങ്ങുന്ന സമയത്ത് എന്തുകൊണ്ടോ റൈറ്റ് ടൈമിലാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ റീസെന്റ് ആയിട്ട് നടക്കുന്ന കുറെ ഇഷ്യൂസുകൾ നോക്കുമ്പോൾ ഈ പറഞ്ഞ സൊസൈറ്റിയിൽ ആണുങ്ങൾ മാത്രമല്ല പെൺകുട്ടികളിലും സ്ത്രീകളിലും ഇങ്ങനെ പ്രവണതകളുണ്ട്. കുറ്റകൃത്യങ്ങൾ ചെയ്യാനായിട്ട് നല്ല ചെയ്തു വൈറലാവാൻ വേണ്ടി ഒരു ഇൻസിഡന്റ് കണ്ടു എന്ന് വിശ്വസിക്കുന്നു. ഒരു റീലിന് വേണ്ടിയുള്ള കണ്ടന്റ് ക്രിയേറ്റർ ബസ്സിൽ നടന്നൊരു ഇൻസിഡന്റ് വൈറലാവാൻ വേണ്ടി ചെയ്തത്. അപ്പോൾ ശരിക്കും പുരുഷന്മാരാണോ സ്ത്രീകളാണോ സുരക്ഷിതരാത്തവർ? പുരുഷന്മാരും സുരക്ഷിതരല്ലാന്ന് പറയാൻ പറ്റില്ല. അതെ, ഏത് തരത്തിലാണ് വ്യക്തിമാവപ്പെടുന്നത് അവിടെയാണ് പ്രശ്നം ഉണ്ടാവുന്നത്. അങ്ങനെ നോക്കുമ്പോൾ പുരുഷന്മാർ മാത്രം നല്ലതാണെന്ന് പറയാനോ സ്ത്രീകൾ മാത്രം നല്ലതാണെന്ന് പറയാനോ പറ്റില്ല. ചില കേസസ് ഉണ്ട്, സ്ത്രീകൾ പ്രതികളായി വരുന്ന കേസസ് ഉണ്ട്, നമ്മൾ കൂടുതലായി കേസുണ്ട്. അങ്ങനെ അല്ലെങ്കിൽ കുറെ അതുപോലെ റെഫറൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ അങ്ങനെയുള്ള കേസുകളുണ്ട്. അപ്പം അതിലും ഈ പറഞ്ഞ സ്ത്രീകളും പുരുഷന്മാരും ഒരേപോലെ ഈ നാട്ടിൽ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ പ്രാപ്തരാണ് എന്നുള്ളത് ഉണ്ട്. അതിനകത്ത് ഇപ്പൊ ഇവരാണോ നല്ലത് അവരാണോ നല്ലത് ആരാണ് സേഫ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. രണ്ടുപേരും ആദ്യം സേഫ് അല്ല എന്ന് പറയാം. ശരിക്കും സിസ്റ്റത്തിന്റെ ഒരു ചായ്വ് ചിലപ്പോൾ വിക്ടിമൈസ് ചെയ്യപ്പെടുക ശരിക്കും അവരൊരു സിസ്റ്റം ഉള്ളതാണ്. പക്ഷെ ഇത് രണ്ടു വശത്തും ഉണ്ടാവേണ്ടതല്ലേ? ആണായാലും പെണ്ണായാലും ഒരേപോലെ തന്നെ അത് കൺസിഡർ ചെയ്യപ്പെടേണ്ടതല്ലേ? ആണിനൊരു നിയമം പെണ്ണിനൊരു നിയമം അങ്ങനെയല്ലല്ലോ. പറയുന്ന പോലെ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ഒരാളുടെ ആദ്യം ഉണ്ടായപ്പോൾ എതിരെ നിൽക്കുന്ന ആളുടെ മാനസികാവസ്ഥ എന്താണെന്നോ അല്ല അയാളുടെ പേര് അയാളുടെ കുടുംബം എന്തായിത്തീരുന്നോ അറിയത്തില്ല. പിന്നീടാണ് ഈ തെറ്റൊന്നും ഇല്ല എന്നറിയുന്നത്. പക്ഷെ അത്രയും നാൾ അനുഭവിച്ചിരുന്ന അയാളുടെ ഫ്രസ്ട്രേഷൻ, അയാളുടെ മാനസിക വിഷമം, അയാളുടെ കുടുംബം ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ അതൊന്നും ആൾക്കാർ അറിയുന്നില്ല. അപ്പോൾ അതേ പെർസ്പെക്റ്റീവ് സ്ത്രീക്ക് ഉണ്ടായിക്കൂടെ? അവരനുഭവിക്കുന്ന കാര്യങ്ങളും ഈ പറയുന്നത് ഒരു സ്ത്രീയാണ് അതിനകത്ത് വ്യക്തി എന്നുണ്ടെങ്കിൽ അവർക്കും അതൊക്കെ ഉണ്ടാവാറില്ല. പക്ഷെ അവരുടെ കൂടെ നമ്മൾ നിയമം നിൽക്കുന്നു എന്നൊന്നും പറയാൻ പറ്റില്ല. നിയമം എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ ഐഡന്റിറ്റി എക്സ്പോസ് ആവുന്നില്ല. ഒരാളിന്റെ ഐഡന്റിറ്റി എക്സ്പോസ് ആവുന്നു, ഒരു പെൺകുട്ടിയുടെ ഐഡന്റിറ്റി അവിടെ എക്സ്പോസ് ആവുന്നില്ല. നിയമം മാറ്റിയതായിരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രിവിലേജ് ആക്ച്വലി സ്ത്രീകൾക്ക് വേണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഒരു ഐഡന്റിറ്റി പ്രശ്നത്തിൽ വരുമ്പോൾ അല്ലെങ്കിൽ എല്ലാ കേസസിലും ഐഡന്റിറ്റി റിവീൽ ചെയ്യരുത് എന്നുള്ളതില്ല. അബ്യൂസീവ് ആയിട്ടുള്ള കേസസിൽ മാത്രമേ ഐഡന്റിറ്റി റിവീൽ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന പോലെ മറ്റ് കേസുകളിൽ സ്ത്രീകളുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യാതിരിക്കുന്നില്ല. സെക്ഷൽ അബ്യൂസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കേസസ് വരുമ്പോഴാണ് ഐഡന്റിറ്റി റിവീൽ ചെയ്യരുത് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ അവനൊരു വിക്ടിം ഉണ്ടാവുമ്പോൾ അവരുടെ കൂടെ നിൽക്കുക എന്ന് പറയുന്നതാണ് നല്ലതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കഥ എഴുതിയപ്പോൾ ഇപ്പോ നിൽക്കുന്ന ആരാണ് ഏറ്റവും ബെറ്റർ എന്നാണ് തോന്നുന്നത്. അത് തന്നെയാണ് നിൽക്കുന്നത്. ബെറ്റർ ചോയ്സ് ആയിട്ട് പോയി അത് തന്നെയാണ്.
കഴിഞ്ഞിടയിൽ ആഭ്യന്തര കുറ്റവാളി എന്നൊരു സിനിമ ഇറങ്ങി ആസ്ട്രേലിയയിലെ. അതിനകത്തൊരു കാര്യം പറയുന്നുണ്ട്. അതായത് ഒരു ഏതൊരു വർഷത്തിന് 2 വർഷം കൊണ്ടുണ്ട്. അപ്പം അത് ചർച്ച ചെയ്തൊരു കാര്യം കൂടിയായിരുന്നു. അല്ലെങ്കിൽ സൊസൈറ്റി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യങ്ങൾ. സിനിമ എന്ന് പറയുന്നത് പ്രൊട്ടക്ട് ചെയ്യാനായിട്ടുള്ളതാണ്. 2 വർഷങ്ങളിൽ ഒരു പുരുഷനെ ശിക്ഷിക്കാൻ മാത്രമല്ല, സ്ത്രീയെ സംരക്ഷിക്കാൻ മാത്രമല്ല, പുരുഷനെ സ്ത്രീയെ സംരക്ഷിക്കാനുള്ളതാണ് സിസ്റ്റം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ഇങ്ങനൊരു സബ്ജക്റ്റ് പ്രേക്ഷകരിലേക്ക് എത്തിക്കണം എന്നുള്ള ഇൻസ്പിറേഷൻ എന്തായിരുന്നു? അല്ല ഇത് എന്ത് പറഞ്ഞു വെച്ചതിനെ കുറിച്ചിട്ട് ധാരണയുണ്ടോ? സിനിമ കണ്ടിട്ടില്ലല്ലോ. ഇല്ല. പെണ്ണ് കേസ് എന്നുള്ള ടൈറ്റിൽ അറിയാം. ഒരു സ്ത്രീ ഒരു കുറെ പേരെ ചതിച്ചത് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അത് സിനിമ കണ്ട ശേഷമാണ് അതിന് കൃത്യമായ ഉത്തരം പറയാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ഏത് പക്ഷത്താണ് നിന്നതിനെ കുറിച്ചിട്ട് അങ്ങനെ കൃത്യമായി നിന്നില്ല. ഇന്ന സ്ത്രീപക്ഷത്ത് നിന്നിട്ടാണ് അല്ലെങ്കിൽ പുരുഷപക്ഷത്ത് നിന്നിട്ടാണ് ഈ സിനിമ പറയുന്നതല്ല. അതാണ് നേരത്തെ പറഞ്ഞതിന്റെ ഉത്തരവുണ്ട്. ഒരു പക്ഷം പിടിക്കുന്നതല്ല ഈ സിനിമ പറയുന്നത്. നിങ്ങളൊക്കെ മീഡിയല്ലേ? ചർച്ചകളാണ്. സ്ത്രീപക്ഷ സിനിമ, പുരുഷപക്ഷ സിനിമ, സ്ത്രീകളെ സബ്ജക്റ്റ് ആക്കി അല്ലെങ്കിൽ സ്ത്രീകളെ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ, അങ്ങനെ കുറെ ഡിബേറ്റുകൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ പക്ഷങ്ങൾ ചർച്ച അല്ലാതെ സിനിമ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമ അല്ലെങ്കിൽ ഒരു സിനിമ എന്നുള്ള ആർട്ട് ഫോമിലേക്ക് ആളുകൾ ചർച്ച ചെയ്യാതെ ഇങ്ങനെ രണ്ട് പക്ഷം എന്നൊക്കെ ആയിട്ടൊക്കെ ചിന്തിക്കുമ്പോൾ അത് ഒരു ആർട്ട് ഫോമിൽ തന്നെ രണ്ട് രീതി കാണുന്ന പോലെ തോന്നുന്നില്ല. സിനിമയാണെങ്കിൽ സിനിമ, സ്ത്രീപക്ഷങ്ങളെ കുറിച്ചുള്ള സിനിമ എന്ന ലെവലിലേക്ക് അല്ലേ സിനിമ ചർച്ച ചെയ്യണം. അങ്ങനെ ചർച്ച ചെയ്യപ്പെടാത്തത് എന്തുകൊണ്ടായിരിക്കും? ചിലപ്പോൾ ഭൂരിപക്ഷം മാത്രം കേൾക്കുന്നു എന്നുള്ളൊരു പെർസ്പെക്റ്റീവ് ഉള്ളതുകൊണ്ടായിരിക്കില്ലേ? അപ്പം ഒരു മെയിൽ ഡോമിനന്റ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയിൽ ഫീമെയിൽ പെർസ്പെക്റ്റീവും കൂടെ കേൾക്കണം എന്ന് പറയുന്നതിന് നമ്മളതിനെ ഈക്വലൈസ് ചെയ്യാന്നുള്ളതേ പറയുന്നുള്ളൂ. അതിന് ഇന്ന പക്ഷം പിടിക്കണം അല്ലെങ്കിൽ പുരുഷപക്ഷ സിനിമകളോട് ഉണ്ടാവരുതെന്ന് പറയുന്നില്ല. അങ്ങനെ നിങ്ങൾ പുരുഷപക്ഷ സിനിമകൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ പാരലലി സ്ത്രീകളുടെ അതും കൂടെ കേൾക്കണം എന്നുള്ളത് മാത്രമേ പറയുന്നുള്ളൂ. അല്ലാതെ ഒരു മെയിൽ ഇൻഡസ്ട്രി മാത്രം ഇവിടെ വർക്ക് ചെയ്യണം എന്നുള്ള രീതിയിലല്ലല്ലോ പറയുന്നത്. അത് ഈക്വൽ ആയിട്ടുള്ള സ്പേസ് ഉണ്ടാവണം എന്ന് പറയുന്നതിന് എനിക്കറിയില്ല, കേൾക്കുന്നതിന്റെ പ്രശ്നമായിട്ട് ഞാൻ തോന്നുന്നു. അത് അതെ, സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ ഈക്വൽ ആയിട്ട് തന്നെ കാണണ്ടേന്ന് പറയുമ്പോൾ നമ്മൾ 2 പക്ഷവും കേൾക്കണല്ലോ. കാരണം ഒരു ഇൻഡസ്ട്രി മെയിൽ ഡോമിനന്റ് ആണ്. അപ്പൊ അത് കുറച്ചുകൂടെ ഒരു ഇവരുടെ പെർസ്പെക്റ്റീവും കൂടെ കേൾക്കണമെന്ന് സ്ത്രീകൾ ആവശ്യപ്പെടുന്നത് നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല. പക്ഷെ അതേ അവര് തന്നെ പറയുന്നു. അപ്പൊ സ്ത്രീകൾ നോർമൽ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ ഒരു കരച്ചിൽ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ ഒരു കാമുകി കഥാപാത്രങ്ങൾ അങ്ങനെ ഒരു അതൊക്കെ നിങ്ങൾ കണ്ടില്ലേ? അങ്ങനത്തെ വേർഷൻ ഓഫ് സ്ത്രീകളുണ്ട്, അവരെയും കൂടെ കൺസിഡർ ചെയ്യുന്നത് പറയുന്നതിലേ ഉള്ളൂ. അങ്ങനെയും കൂടെ വരുമ്പോഴാണ് അതൊരു സിനിമയായിട്ട് മാറുള്ളൂ. അല്ലെങ്കിൽ അത് ഏതെങ്കിലും ഒരു ആൾക്കാരെ മാത്രം പ്രീതിപ്പെടുത്തുന്ന തരം സിനിമയായി എന്നില്ല എന്നുള്ളതായിരിക്കാം ചർച്ച എന്ന് എനിക്ക് തോന്നുന്നു. കഥാപാത്രങ്ങൾ ഒരുപാട് 2025 വന്നു. അപ്പോൾ ഒരു സ്ത്രീകൾ വയലൻസ് ആയിട്ടുള്ള കഥാപാത്രം ചെയ്യുമ്പോൾ തിയേറ്ററിൽ വിജയം ഉള്ള സിനിമകൾ ആസ്വദിക്കുന്ന പ്രേക്ഷകർ ആസ്വദിക്കുന്നുണ്ട് ആ സിനിമകൾ. പക്ഷേ ഒരു ഇതേ വിഭാഗം തന്നെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് സ്ത്രീകൾ ഇത്ര വയലൻസ് ഉള്ള കഥാപാത്രമാക്കുന്നത്, സ്ത്രീയെ എന്തിനിങ്ങനെ ആക്കുന്നു എന്ന് ചോദിക്കുന്ന ഒരു ഭാഗമുണ്ട്. അല്ലെങ്കിൽ തോന്നുന്നു അത് നമ്മൾ കേൾക്കുന്നതിന്റെ പ്രശ്നമാണ്. അങ്ങനെ വയലൻസ് ഉള്ള സ്ത്രീകൾ കാണിക്കരുത് എന്നുള്ളത് അവർ പറയുന്നുണ്ടാവില്ല. നമ്മളത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എങ്ങനെയാണ് സൊസൈറ്റിയിലെ എന്നുള്ളതായിരിക്കും കൺസിഡർ ചെയ്യുന്നത് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ടോ എന്നുള്ളത് അത് ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതിപ്പോ പുരുഷന്മാരുടെ കാര്യത്തിൽ പറയുന്നില്ലേ, സ്ത്രീകളുടെ കാര്യത്തിൽ മാത്രമല്ല, പുരുഷന്മാരുടെ കഥാപാത്രങ്ങളിൽ നമ്മൾ ഏത് സിനിമ എടുത്തു കഴിഞ്ഞാൽ അതിനോട് നായകൻ ഉണ്ടാവാം, പ്രതിനായകൻ ഉണ്ടാവാം. അങ്ങനെ ആയിരിക്കുമല്ലോ മൊത്തം നമ്മൾ സിനിമ കാണുമ്പോൾ കൂടുതൽ ചിലതിൽ സിറ്റുവേഷൻസ് ആയിരിക്കാം വില്ലൻ, അല്ലെങ്കിൽ ചിലതിൽ ഒരാളായിരിക്കാം വില്ലൻ. എല്ലാവർക്കും അങ്ങനെയുള്ള പെർസ്പെക്റ്റീവുകൾ ഉണ്ട് എന്നുള്ളതായിരിക്കും പറയുന്നത്. എനിക്ക് അതിനകത്ത് നമ്മളത് കുറെ വർഷങ്ങളായി ചർച്ച ചെയ്യുകയും അതിനൊരു കൺക്ലൂഷൻ ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. എനിക്ക് എത്തിപ്പെടുമായിരിക്കും. കാരണം നമ്മളിപ്പോൾ ഒരുപാട് സിനിമ എന്നുള്ള രീതിയിൽ ഒരുപാട് മാറിയതുകൊണ്ട് എത്തിപ്പെടുമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഫസ്റ്റ് മൂവിക്ക് നല്ലൊരു ബാനർ കിട്ടാന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമാണ്. പിന്നെ നോക്കുമ്പോൾ ഈ ഫോർ എൻ്റർടൈൻമെന്റ്സ് ഉണ്ട്, സി സ്റ്റുഡിയോസ് ഉണ്ട്, ഇത്രയും വലിയ ബ്രാൻഡുകൾ ഫസ്റ്റ് മൂവീസ് എങ്ങനെയായിരുന്നു അവരെ കൺവിൻസ് ചെയ്ത
അത് സ്വാഭാവികമായിട്ട് സംഭവിച്ചതാണ്. കാരണം കഥ എനിക്കൊന്ന് കഥ തന്നെയായിരിക്കും, അത് തന്നെയാണ് സ്ക്രിപ്റ്റ് തന്നെയാണ് എൻ്റെ ഫലം. ഞാനൊരു നല്ലൊരു കഥ കുറച്ചുകാരല്ല, സ്ക്രിപ്റ്റ് കൊണ്ട് തന്നെയാണ്. ഒരു കോമഡി പടം പ്രതീക്ഷിക്കുന്നത് ഒരുപാട് കോമഡി ക്യാരക്ടേഴ്സ് ഉണ്ട്, ആർട്ടിസ്റ്റുകൾ രമേശേട്ടനാണെങ്കിലും അനിലേട്ടനാണെങ്കിലും ഇപ്പൊ നിഖിലയാണെങ്കിലും സ്പോണ്ടേനിയസ് ആയിട്ട് കോമഡി പറയാൻ കഴിവുള്ള ഒരാളാണ്. ഇതിൽ എത്രത്തോളം ഇംപ്രവൈസ് ചെയ്തിട്ടുണ്ട് കോമഡി ആണെങ്കിലും അങ്ങനത്തെ രീതിയിൽ? ഇതങ്ങനെ ഔട്ട് ആൻഡ് ഔട്ട് കോമഡി പടമല്ല, ഇതൊരു ആൾക്കാരുടെ സിറ്റുവേഷൻ ആണ് അതിനകത്ത് കോമഡി ആയിട്ട് ആൾക്കാർക്ക് ഫീൽ ചെയ്യാം. എന്റെ പ്രശ്നങ്ങൾ എന്റെയാണ്, ബാക്കിയുള്ളവർക്ക് കേൾക്കുമ്പോൾ തമാശയായിട്ട് തോന്നുമെന്ന് പറയുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ കൂടി കിടന്നു പോകുന്ന ആൾക്കാരാണ്. അങ്ങനെ ഔട്ട് ആൻഡ് ഔട്ട് ഒരു കോമഡി സിനിമ ഉണ്ടായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്, ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്, കുറച്ച് കോമഡി സീക്വൻസുകൾ ഉണ്ടായിരുന്നല്ലാതെ ഔട്ട് ആൻഡ് ഔട്ട് ഒരു എന്റർടൈനർ സിനിമയാണ്, കോമഡി സിനിമയല്ല. മൾട്ടിപ്പിൾ കല്യാണം കഴിക്കുന്നവരാണ്. അങ്ങനത്തെ ക്യാരക്ടർ ചെയ്യുമ്പോൾ ലൈഫിൽ നമ്മൾ എപ്പോഴെങ്കിലും അങ്ങനത്തെ ഒരാളെ കണ്ടിട്ടുണ്ടായി കോളേജിലാണെങ്കിലും? ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ എങ്ങനെ ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യാൻ എവിടുന്നപ്പോ റെഫറൻസുകൾ ഉണ്ടായിരുന്നു. ഈ പറയുന്ന പോലെ ഇഷ്ടംപോലെ വാർത്തകൾ വരാറുണ്ടല്ലോ, കല്യാണ തട്ടിപ്പ് നടക്കുന്ന പുരുഷന്മാരെ പറ്റിയും സ്ത്രീകളെ പറ്റിയുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെയാണ് നമ്മൾ റെഫറൻസ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആണ് മറ്റേ ഒരു കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ചേട്ടനെ പറ്റിച്ചൊരു ചേച്ചിയുണ്ട്. ആ ചേച്ചിയൊക്കെ ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ യൂണിറ്റിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾക്ക് ഇതേപോലത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വെച്ചിട്ട് അതൊരു റെഫറൻസ് ആയിരുന്നു. അതൊരു വാർത്ത വന്നപ്പോൾ അത് നമുക്കൊരു റെഫറൻസ് ആയിരുന്നു. അവര് ചെയ്തിരുന്ന കാര്യങ്ങളും അങ്ങനെ ഇവർ യൂഷ്വലായിട്ട് ഇവർക്കെല്ലാം ഒരു പാറ്റേൺ ഉണ്ടാവും. ആ പാറ്റേൺ ആണ് നമ്മൾ റെഫറൻസ് ആയിട്ട് എടുത്തത്. നമ്മൾ റിയൽ ലൈഫിൽ ഞാൻ അങ്ങനെ പറ്റിച്ചുപോകാനും കല്യാണം കഴിച്ച് പറ്റിച്ചുപോകാനും കണ്ടിട്ടില്ല. റിലേഷൻഷിപ്പിൽ ഇപ്പം നമുക്കത് പറ്റിച്ചു എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. എനിക്ക് പെണ്ണ് കേസ് പേരിൽ തന്നെ ഒരു കേസ് ഉണ്ട്. പൊതുവെ ഇപ്പം സ്ത്രീകൾ അല്ലെ സ്ത്രീകളെ മോശമായിട്ട് ചിത്രീകരിക്കുന്നു എന്ന് പറഞ്ഞ് കുറെ സംഘടനകൾക്ക് സിനിമയായി കഴിയുമ്പോൾ വരാറുണ്ട്. അത് പക്ഷേ എല്ലാ പടങ്ങളും വരാറില്ല, കുറച്ച് പടങ്ങൾ മാത്രമേ വരാറുള്ളൂ. ഇതിൽ പറയുമ്പോൾ പേരിൽ തന്നെ പെണ്ണ് കേസ്, പിന്നെ അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ നേരിടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? പഠനം കഴിഞ്ഞിട്ട് എന്തുവന്നാലും നേരിടാൻ തയ്യാറാണ്. ഇല്ല, അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഇത് നമ്മളൊരു സമൂഹത്തിന് ഉപദേശം കൊടുക്കുക അല്ലെങ്കിൽ സമൂഹത്തിന് എന്തെങ്കിലും മെസ്സേജ് കൊടുക്കുക എന്ന് പറയുന്ന രീതിയിലുള്ളൊരു സിനിമയായിട്ടല്ല നമ്മളത്. ആക്ച്വലി എന്റർടൈനർ പർപ്പസ് സിനിമയാണ്. നിങ്ങൾക്ക് കണ്ട് നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും എടുക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവരുത് എന്നുണ്ടെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് അതിനൊക്കെ ഒരു റെഫറൻസ് ആയിട്ട് എടുക്കാൻ പറ്റുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഇപ്പോൾ ഒരു മെസ്സേജ് കൊടുക്കാനുള്ള ഉദ്ദേശവും അങ്ങനെയില്ല. ഇങ്ങനെ ഇൻവെസ്റ്റിഗേഷനൊക്കെ ആയിട്ട് സാധാരണ ഇൻവെസ്റ്റിഗേറ്റർ ജനറലി ആ സ്കാം നടത്തുന്ന ഒരാളെ ന്യായീകരിക്കാറുണ്ട്. റോബിൻ ഹുഡിലൊക്കെ അങ്ങനെ ഉണ്ടാവും. അയാൾക്ക് ന്യായീകരിക്കാവുന്ന കാരണം ഇൻവെസ്റ്റിഗേറ്റർ അയാളുടെ പേഴ്സണൽ ലൈഫ് ഇത് കണ്ടുപിടിക്കുന്ന ഒരു രീതിയുണ്ട്. ഇങ്ങനത്തെ അങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേറ്റർ ആണോ അതോ കംപ്ലീറ്റ്ലി ഇതൊരു ഔട്ട് ആൻഡ് ഔട്ട് കാറ്റഗോസ് ഗെയിമാണോ? ഇതൊരു കാറ്റഗോസ് ഗെയിം പോലെ നമുക്ക് പറയാൻ പറ്റില്ല. ഉത്തരം പറയാൻ പറ്റില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ തന്നെ ഇതിനൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ട്രാക്ക് ഉണ്ട് ഈ പടത്തിൽ. അപ്പോ അതിലൂടെയാണ് ഇതിന്റെ യഥാർത്ഥ സത്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതെന്തായാലും ഉണ്ട് ഇതിനകത്ത്. ഈ പറഞ്ഞ പോലെ വേറൊരു പെർസ്പെക്റ്റീവ് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. ഈ പോലീസ് യൂണിഫോം എന്ന് പറയുമ്പോൾ തന്നെ ബോഡി ലാംഗ്വേജ് ഭയങ്കര ലിമിറ്റഡ് ആണല്ലോ. ആ യൂണിഫോമിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റാറുള്ളത് അതിൽ നിന്ന് ഹ്യൂമർ ചെയ്യുക എന്ന് പറയുന്നത് പാടാണ്. അല്ല, ഞാനിതൊരു പടം കണ്ടിട്ടില്ല. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് പടം കാണാൻ വേണ്ടി. അപ്പോൾ ഇതെങ്ങനെ വന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. ഞാൻ എന്റെ മോശം മാത്രം ഡബ് ചെയ്ത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. പിന്നെ ഞാൻ ഇതുവരെ ചെയ്യാത്ത ഒരു മീറ്ററാണ് ഇതിനകത്ത് എനിക്ക് കൊടുക്കാൻ സാധിച്ചത്. അപ്പോൾ അത് 4 കാലേ വീഴുമോ എന്നുള്ളത് ഓഡിയൻസിനോട് പറയേണ്ടത്. എനിക്കത് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നതല്ല.
ഔട്ട്ലുക്കും ആ ഒരു പരിപാടി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാരണം ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു മീറ്റോറും ആ രീതിയിലാണ്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു മീശയാണ്. ആദ്യത്തെ മീശയിലേക്കാണ് ശ്രദ്ധ വരുന്നത്. അപ്പം എത്രത്തോളം നിങ്ങൾ വെറൈറ്റി കൊണ്ടുവരാനെ കൊണ്ട് ട്രൈ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ റെഫറൻസ് നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ? ഇല്ല, ഇതിപ്പോ പോലീസുകാർക്ക് താടി വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ താടി ഉപയോഗിച്ച് നമ്മൾ ഷേവ് ചെയ്ത് കളയണമല്ലോ. പിന്നെ ഇത് ഇയാൾ ഇതിനകത്ത് CA ആണ്, എന്നെക്കാളും എൻ്റെ ആക്ച്വൽ ഏജിനേക്കാളും കുറച്ചും കൂടെ ഏജ് കൂടുതലായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതെങ്ങനെ നമുക്ക് പിടിക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ ഫെബിന് ഭയങ്കര നിർബന്ധമായിരുന്നു ഇത് വേണം, ഈ ഒരു ലുക്ക് വേണം എന്നുള്ളത്. അങ്ങനെ കൊടുത്തതാണ്. ഈ ഒരു സബ്ജക്ട് എഴുതുമ്പോൾ എന്തെങ്കിലും കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ വേറൊരു രീതിക്ക് പെണ്ണ് കേസ് എന്നുള്ളൊരു പേരും കൂടി ആകുമ്പോഴത്തേക്ക് സബ്ജക്ട് തിരക്കഥ എഴുതുമ്പോൾ കുറെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വന്നിട്ടുണ്ടാവും. അപ്പം അത്തരത്തിലുള്ള എന്തെങ്കിലും തിരക്കഥ എഴുതി കഴിഞ്ഞ ശേഷം എന്നാലും ആ ഒരു പ്രോസസ്സ് എങ്ങനെയായിരുന്നു, ആ സ്ക്രിപ്റ്റിങ്ങിന്റെ ഒരു പ്രോസസ്സ്? പ്രത്യേക പ്രോസസ്സിംഗ് ഒന്നുമില്ല. നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ത്രെഡ് കിട്ടി, ഒരു വാർത്ത കിട്ടി, എഴുത്ത് തുടങ്ങി. അത് കഴിഞ്ഞ ശേഷമാണ് ഈ പെണ്ണേഴ്സ് എന്നുള്ള പേര് വന്നത്. ഇവിടെ ആലോചനയിൽ കിട്ടിയത്. അല്ല, ഇത്തരത്തിലുള്ള ഒരു സബ്ജക്റ്റ് ആകുമ്പോഴേക്കും ഒരു സ്ത്രീ അങ്ങനെ ഒരു കല്യാണ തട്ടിപ്പ് അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ മാറിപ്പോയി കഴിഞ്ഞാൽ വലിയ രീതിയിൽ വിവാദമാവാനും ഒക്കെ ചാൻസ് ഉള്ള സബ്ജക്റ്റ് ആണല്ലോ. സത്യം പറഞ്ഞാൽ അങ്ങനെയൊന്നും ആലോചിച്ചിട്ടില്ല. സീരിയസ് ആയിട്ടുള്ള സംഭവത്തിലാണ് നമ്മളെല്ലാം അതെല്ലാം കോമഡി ട്രാക്കിലൂടെ പോകുമ്പോൾ അതൊരു പ്രശ്നമാവില്ല എന്ന രീതിയിൽ അല്പം കോമഡി ട്രാക്കിലൂടെ പറഞ്ഞത് അതൊരു സേഫ് ആയതുകൊണ്ടാണ് അങ്ങനെ കോമഡി ട്രാക്ക്. അല്ല, കോമഡി അതിപ്പോ നമ്മുടെ പഴയ സിനിമകളിലൊക്കെ വലിയ സംഭവങ്ങളൊക്കെ കോമഡി കൂടെ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. പട്ടിണിയായാലും ഇപ്പൊ ഈ സന്ദേശം സിനിമയൊക്കെ സീരിയസ് ആണ്, സബ്ജക്ട് വളരെ സീരിയസ് ആണ്, പക്ഷെ അത് നമുക്കാണത് കോമഡിയാണ്. ഇത് ബേസിക്കലി ഒരു പെൺകുട്ടി നടത്തുന്ന വിവാഹ തട്ടിപ്പ് എന്ന് പറയുന്നത് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് നമുക്കത് കോമഡി കൂടെ തന്നെ പറയാം എന്നുള്ള രീതിയിൽ. കല്യാണങ്ങൾ പല സ്ഥലത്താണ് അവർ കഴിക്കുന്നതെങ്കിലും അത് ഫിസിക്കലി എല്ലാ സ്ഥലത്തും പ്രസന്റ് ആവാൻ പറ്റില്ലെങ്കിൽ ഒരു ഇമോഷണലി എപ്പോഴും അവൈലബിൾ ആയിരിക്കും അങ്ങനത്തെ ആളുകൾ. അതായത് അവരുടെ പാർട്ട്ണറിന് അവരുടെ ഒരു മീറ്ററിനനുസരിച്ച് അവർ അവൈലബിൾ ആയിരിക്കും എന്നുള്ളത്. അതായത് ദേഷ്യക്കാരുടെ അടുത്താണെങ്കിൽ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ആളാണെങ്കിൽ അയാളെ കുറച്ച് കമാൻഡ് ചെയ്യുന്ന രീതിയിൽ ഇവരിങ്ങനെ ക്യാരക്ടർ ട്രാൻസ്ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അത് ആർട്ടിസ്റ്റ് ചെയ്യാനുള്ള രീതിയിലാണ് കേട്ടിട്ടുള്ളത്. ഈ ക്യാരക്ടറിന് അങ്ങനെ ഒരു കേട്ടിട്ടുണ്ടോ? ഈ ക്യാരക്ടർ എന്ന് പറയുന്നത് പലർക്കും പല മെത്തേഡുകളാണ്. ഇത് ബേസിക്കലി കല്യാണം കഴിക്കാൻ പറ്റിക്കുക, കല്യാണം കഴിയുന്നത് വരെ കൂടെ നിൽക്കുക, കല്യാണം കഴിയുന്നത് കഴിഞ്ഞ് പോവുക എന്ന് പറയുന്നത് പോലെ ആണ്. അപ്പം അതിലേക്കുള്ള ട്രാക്കിൽ ഉണ്ട്. പക്ഷേ ഞാൻ പറയാം, ചില കേസസിൽ കല്യാണം കഴിച്ചിട്ട് കുറച്ച് ദിവസമൊക്കെ നിന്നിട്ട് പോകുന്ന മാസങ്ങൾ കഴിഞ്ഞ് പോകുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പലർക്കും പല റെഫറൻസ് ആണെന്ന് തോന്നുന്നു, പലർക്കും പല കേസ് സ്റ്റഡിയാണെന്ന് തോന്നുന്നു. പക്ഷെ ഇതിലിപ്പോൾ കല്യാണം കഴിയുന്നത് വരെയുള്ള സമയമാണ്. അതിൽ ഈ പറഞ്ഞ പോലെ പലതരത്തിലുള്ള ഇമോഷൻസിലൂടെ പലതരം ആൾക്കാരെ ഡീൽ ചെയ്യുന്നത് കൊണ്ട് അങ്ങനെ പലതരത്തിൽ ഫോൺ ചെയ്യാന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്തപ്പോഴേ സ്നേഹം എത്ര ബുദ്ധിയുണ്ടെങ്കിലും ഒരാളെ മണ്ടനാക്കും അങ്ങനെ പിക്ചർ കിട്ടി. എന്നെയാണ് ഉദ്ദേശിച്ചത്, എന്റെ ക്യാരക്ടർ. സാധാരണ ബുദ്ധിയുള്ള ഞാൻ ഹെഡ് മാസ്റ്റർ പോലീസല്ല, ഞാനൊരു പൊളിറ്റീഷ്യനാണ്. അപ്പൊ ഒരു പൊളിറ്റീഷ്യന്റെ ജീവിതത്തിൽ പെണ്ണ് കേസൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ. അപ്പൊ അയാളുടെ രാഷ്ട്രീയ ഭാവി അതോടെ തകരുന്നതാണ്. അപ്പൊ അതിന്റെ ഒരു സങ്കടങ്ങളൊക്കെ ഉണ്ട്, അതിലൂടെ കടന്നു പോകുന്നതാണ്. ഇയാൾക്ക് ഉണ്ടാവുന്നതാണ്, ഇയാൾ മുഖേന ഉണ്ടാവുന്ന പ്രശ്നമല്ലല്ലോ. ഇയാൾക്ക് ഉണ്ടാവുന്ന ഒരു പെണ്ണ് കേസാണ് ഇപ്പൊ സമൂഹത്തിൽ ഇപ്പൊ നടക്കുന്ന കാര്യമില്ല. അതായത് യാതൊരു ബന്ധമില്ല. ജനനായകൻ സിനിമയുടെ പോസ്റ്റ്പോൺ ചെയ്തത് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ഇന്ന് ഇറങ്ങാൻ മറ്റുള്ള സിനിമകളെയാണെന്ന് തോന്നിയിട്ടുണ്ട്. പെണ്ണ് കേസിനെ ജനനായകൻ പോസ്റ്റ്പോൺ
കൂടി എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, സ്ക്രീനുകളുടെ എണ്ണം കൂടിയിട്ടുണ്ടോ? ഞങ്ങൾ ആക്ച്വലി 16-ാം തീയതി പ്ലാൻ ചെയ്തു. ഇങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ നല്ല അവസരം കിട്ടിയപ്പോൾ ചാരി വന്നു. എങ്കിലും ഇത്രയും പെണ്ണേഴ്സിൽ ഒരുപാട് ആളുകളെ സ്നേഹിക്കുകയും കല്യാണം കഴിക്കുകയും ചെയ്യുന്നു. സ്നേഹിക്കുന്നതെന്ന് അറിയില്ല. ഇതിലേതെങ്കിലും കഥാപാത്രങ്ങളോട് ഒരു ഇഷ്ടം തോന്നുന്നുണ്ടോ? ഏതെങ്കിലും കഥാപാത്രം സിമ്പതിയോ അദ്ദേഹത്തെ വിട്ട് പോകണ്ടെന്നോ തോന്നുന്നുണ്ടോ? അങ്ങനെ സംഭവം സിറ്റുവേഷൻ ഉണ്ടോ? ചതിക്കണ്ട. ഈ സിനിമയെ പറ്റി കൂടുതൽ എന്തെങ്കിലും പറയുന്നതൊക്കെ സിനിമയുടെ കഥയുമായി ബന്ധപ്പെട്ടുള്ളതുകൊണ്ട് തന്നെ അങ്ങനെ ഒരുപാട് റിവീൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് സിനിമ കാണുമ്പോൾ അറിയാം അവർക്ക് എങ്ങനെയാണ് ആൾക്കാരോട് ഒരു അറ്റാച്ച്മെന്റ് എന്നുള്ളതൊക്കെ. ഒരു ക്യാരക്ടർ നമുക്ക് സമയത്ത് ഇപ്പോൾ നോർമലി എല്ലാവർക്കും പറയാറുള്ളതാണ് ഏതൊരു ക്യാരക്ടറിന് ഒരു ബാക്ക് സ്റ്റോറി ഉണ്ടാവും. ഒരാൾ സീരിയൽ കില്ലിംഗ് ആണ്, ഒരാൾ എന്തിനാണ് കൊല്ലുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ലാൻ വേണ്ടി കൊല്ലു എന്നുണ്ട്, അല്ലെങ്കിൽ എന്നെ കാരണം കൊണ്ട് കൊല്ലാൻ എന്നൊരു അല്ലെങ്കിൽ ഒരു റീസൺ ഒരു ക്യാരക്ടർ ഉണ്ടാക്കണമെന്ന് നിർബന്ധമില്ല. ചില ക്യാരക്ടേഴ്സ് നിർബന്ധമുണ്ട്. ഡിഗ്രിയുടെ പെർസ്പെക്റ്റീവിൽ ഒരു കഥാപാത്രം കിട്ടുവാണെങ്കിൽ കഥാപാത്രത്തിന് ഒരു ബാക്ക് സ്റ്റോറി ഉണ്ടാവും ചെയ്യണമെന്നാണോ, അല്ലെങ്കിൽ അതിന്റെ ഫ്ലോയിൽ പോവാ എനിക്ക് തോന്നിയ കാര്യം ചെയ്തു അങ്ങനെ ഒരു മോഡാണ്? ഇപ്പൊ ഇൻ കേസ് അങ്ങനെ ബാക്ക് സ്റ്റോറി ഇല്ല, ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ക്യാരക്ടേഴ്സിന് എല്ലാ സിനിമകളിലും കാര്യം എടുത്ത് നോക്കുമ്പോൾ ചിലത് ഹീറോ പെർസ്പെക്റ്റീവിൽ പറയുന്ന സിനിമകളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളുടെ ബാക്ക് സ്റ്റോറി ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ റൈറ്റേഴ്സിൻ്റെ അടുത്തോ ഡയറക്ടേഴ്സിൻ്റെ അടുത്തോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും. അവരുടെ അത് സിനിമയിൽ ഉണ്ടാവണം തന്നെ ബിഹൈൻഡ് ദ സീൻ നമ്മളത് മനസ്സിലാക്കിയിട്ട് ആണ് ചെയ്യാൻ ശ്രമിക്കാറ്. അപ്പം സിനിമയിൽ ഇപ്പം എല്ലാം കാണിക്കാനുള്ള അവസ്ഥ ഇല്ല എന്നുണ്ടെങ്കിൽ അത് പറയാൻ പറ്റില്ല എന്നുള്ളതുണ്ട്. ചിലത് നമുക്ക് ബാക്ക് സ്റ്റോറി അത് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് തോന്നുന്ന സിനിമകളിൽ അങ്ങനെ ക്യാരക്ടറിന് അത് പറയുന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ചെയ്യാണ്ടിരിക്കാറുണ്ട്. ശരിക്കും സിനിമകളുടെ സ്വാതന്ത്ര്യം കൊടുക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ പണ്ടത്തെ പോലെ ഒരു സിനിമ ചെയ്യുവാണെങ്കിൽ തന്നെ ഇപ്പൊ കഥാപാത്രത്തിന്റെ പേര് പോലെ സൂക്ഷിച്ച് നോക്കി കണ്ടുവിടുക. ഒരു റൈറ്ററുടെ സ്വാതന്ത്ര്യമാണ്, ഒരു ഡയറക്ടറുടെ സ്വാതന്ത്ര്യമാണ്. എന്റെ കഥാപാത്രം എങ്ങനെയായിരിക്കണം, അത് എന്താണ് അയാളുടെ പേര്, അയാളുടെ സ്വഭാവം എന്താണെന്ന് തീരുമാനിക്കുന്നത് അവരുടെ അവരുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷെ അത് മൂന്നാമതൊരാൾ എവിടെയോ ഇരുന്നിട്ട് കൺട്രോൾ ചെയ്ത് കഴിയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു സിസ്റ്റത്തെ തന്നെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ്. ശരിക്കും ആ ഒരു സ്വാതന്ത്ര്യം സിനിമയ്ക്ക് നഷ്ടപ്പെടുന്നതാണ് ഫീൽ ചെയ്യുന്നത്. അല്ല, അതിനകത്തിപ്പം അഭിപ്രായം പറയേണ്ടത് അത് എന്റെ എഴുത്തുകാരനും ഡയറക്ടറും ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അവർ ക്രിയേറ്റ് ചെയ്ത ക്യാരക്ടേഴ്സാണ്. അവർക്കാണ് അതിന്റെ ഒരു ഫുൾ വേർഷൻ എന്തായിരിക്കും എന്നുള്ളതൊക്കെ അറിയാം. അവരായിരിക്കും അതിനോട് കൂടുതൽ ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്നത് അവർ തന്നെയായിരിക്കും. അപ്പൊ അവരുടെ അഭിപ്രായമാണ് അതിനകത്ത് കേൾക്കേണ്ടതെന്നുള്ളതാണ്. അവർക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി മൂന്നാമതൊരാൾക്ക് അതിനകത്ത് അഭിപ്രായം പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതാണ്. ചെയ്തിട്ടുള്ള ഏതൊരു കഥാപാത്രങ്ങൾ ഇങ്ങനെ ഒരു വിലക്ക് വരികയാണ്, അല്ലെങ്കിൽ ആ കഥാപാത്രം ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്ത് മോശമായിപ്പോയി. അപ്പം ആരും ഒരു ചിത്രം ഇറങ്ങിയപ്പോൾ അതിന് സെൻസിറ്റീവുകൾ ഇതൊക്കെ ചർച്ചയായതാണ്. ഒരു ബി ബിരിയാണി അതൊക്കെ ഒരു മനുഷ്യന്റെ വ്യക്തിപരമായ ഒരു കഥാപാത്രം ചിലപ്പോൾ അങ്ങനെ പോകുന്നു. ഇതാ മനുഷ്യനായതുകൊണ്ട് ഏത് സാഹചര്യത്തെ എങ്ങനെ വിവാദമൊന്നും പറയാൻ പറ്റത്തില്ല. അതിനെ പോലും ഒരു രാഗി കെട്ടിയതിന്റെ പേരിൽ അല്ലെങ്കിൽ എന്റെ കഥാപാത്രത്തിന്റെ പേരിൽ ഒരു സിനിമയ്ക്ക് കണ്ടുവരുന്ന കഥാപാത്രത്തിന് തന്നെ മരുന്ന് തുല്യമാണ്. അപ്പൊ താങ്കൾ ചെയ്യുന്ന ഒരു കഥാപാത്രം അല്ലെങ്കിൽ ഒരു ഇത് വരുവാണെന്നുണ്ടെങ്കിൽ അവിടെ ആ സമയത്ത് എന്തായിരിക്കും എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, അതിനോട് ഏറ്റവും നമ്മൾ ഇമോഷണലി കണക്ട് ആയിട്ടിരിക്കുമ്പോഴാണ് നമ്മൾ അതിനെപ്പറ്റി സംസാരിക്കേണ്ടതെന്ന് വിചാരിക്കും. അല്ലാത്തൊരു സമയത്ത് എനിക്കറിയില്ല അതെങ്ങനെയായിരിക്കും ഫീൽ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ല, അതിനോട് ഏറ്റവും ക്ലോസ് ആയിട്ട് നിൽക്കുക എന്ന് പറയുന്ന ഒരു സ്പേസിൽ നിൽക്കുന്ന ആൾക്കാർക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ട്, അത് അവരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും അത് ബുദ്ധിമുട്ടായിരിക്കും. അതായത് ഇപ്പൊ ഒരു സിനിമ എന്ന് പറയുമ്പോൾ ഒരു റൈറ്റർ ഡയറക്ടറുടെ സ്വാതന്ത്ര്യമാണ്. എന്റെ കഥാപാത്രങ്ങൾ എങ്ങനെയാണ്, എന്റെ കഥ എങ്ങനെയാണ്, അതിന്റെ സിറ്റുവേഷൻസ് എന്താണ്, കഥാപാത്രങ്ങൾ ഏതൊക്കെ സാഹചര്യം പോകണം എന്നൊക്കെ ഉള്ളത് അവരുടെ സ്വാതന്ത്ര്യമാണ്. അത് മൂന്നാമതൊരാൾ ഇരുന്നിട്ട് അത് കട്ട് ചെയ്യണം, അത് മോശമാണ്, ഈ സീനിൽ അത് വേണ്ട കാര്യങ്ങൾ കട്ട് ചെയ്യണം, ചെറിയ കാര്യങ്ങൾ ആദ്യം നോട്ട് ചെയ്യാതെ അല്ലെങ്കിൽ ഒരു പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു പേര്, ഒരു രാഗി, ഒരു ഭക്ഷണം, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഒരു കട്ട് ചെയ്ത് കളയാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ
വേറൊരാളാണ് ഇത് സിനിമ എന്നുള്ള മേഖല നിയന്ത്രിക്കുന്നത് പോലെ ഒരു തോന്നൽ. എന്റെ ആൾക്കാരെ എനിക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്നത് ഒരു ആരോ നിയന്ത്രിക്കുന്നതിന് തുല്യമല്ലേ? ഇപ്പൊ ഞാൻ ചെയ്തൊരു പടം മനുഷ്യ എന്നാണ് പടത്തിന്റെ പേര്. വെട്രിമാരനാണ് അതിന്റെ പ്രൊഡ്യൂസർ. അപ്പൊ അതിപ്പോഴും സെൻസർ ഇഷ്യൂ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പൊ അതിനകത്ത് അവര് പറഞ്ഞത്, എനിക്ക് പറയാൻ പറ്റുന്ന കാര്യമായിട്ടാണ് പറയുന്നത്. അപ്പൊ അതിനകത്ത് അവര് പറഞ്ഞ 64 കട്ട് വേണം എന്ന് ആദ്യം പറഞ്ഞത്. പിന്നെ അവര് കോർട്ടിൽ അത് ചാലഞ്ച് ചെയ്തു. അത് കഴിഞ്ഞിട്ട് വീണ്ടും 34ആയി, 14ആയി, 10ആയി, അങ്ങനെ ബാക്ക് ആൻഡ് ഫോർത്ത് ഒരുപാട് പ്രാവശ്യം ഒരു കോടതി കയറി ഇറങ്ങി. അവസാനം ജഡ്ജി പടം കണ്ടു വന്നു. ജഡ്ജി പടം കണ്ടു പറഞ്ഞതിനകത്ത് കുഴപ്പമൊന്നുമില്ല, ചെറുതായിട്ട് 2 കട്ട് മതി. സോ ബേസിക്കലി ഒരു സെൻസർ ബോർഡ് ഉണ്ടാവുമല്ലോ. സെൻസർ ബോർഡ് പറയുന്ന സ്ഥലത്ത് വേണം. അവർക്ക് കുറെ മാനദണ്ഡങ്ങൾ ഉണ്ടാവും അവർ നോക്കേണ്ടത്. ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഹെൽമെറ്റ് വെച്ച് വണ്ടി ഓടിച്ച്, ഹെൽമെറ്റ് വെക്കാതെ വണ്ടി ഓടിച്ച് അതിൻ്റെ ഇടയിൽ സ്റ്റാറ്റ്യൂട്ടറി വാണിംഗ് ഉണ്ടോ, അങ്ങനെ ഇതൊക്കെ റെഫറൻസിൽ വരുന്നതിന്റെ പ്രശ്നങ്ങളുണ്ടെന്ന്. അത് അവർ ചെയ്യുന്ന അവരുടെ ജോലിയായിരിക്കും, അല്ലാതെ അവർ പേഴ്സണലി എനിക്ക് തോന്നുന്നില്ല അങ്ങനെ എന്തെങ്കിലും ഒരു സിനിമയോടോ ഒരു പ്രത്യേക സമുദായത്തോടോ പ്രശ്നം അങ്ങനെയൊന്നും ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. അവർക്ക് കൊടുത്തിട്ടായിരിക്കും ഇന്ന ഫോർമാറ്റ് ചെക്ക് ചെയ്യണം എന്നുള്ളത്. ഇത് പണ്ട് തൊട്ടേ ഉണ്ട്. പണ്ട് ഇപ്പൊ ഒരു പ്രത്യേക പാർട്ടി വന്നിട്ടുള്ളതല്ല. അന്ന് അവരുടെ അജൻഡാസ് ഉണ്ട്, ഇവരുടെ അജൻഡാസ് ഒക്കെ ഉണ്ടാവും. അതിപ്പോ ഒന്നും ചെയ്യാനില്ല. എന്റെ അഭിപ്രായത്തില് മൂവി മേക്കിംഗ് ഭയങ്കര അൺഅപ്പോളജറ്റിക്കൽ ആയിരിക്കണം എന്നെനിക്ക് തോന്നലുണ്ട്. മൂവി മേക്കിംഗ്, സിനിമ പറയലും, അങ്ങനെ ഒരു മൂവി മേക്കിംഗ് ഉണ്ടെങ്കിൽ ഭയങ്കര രസമാണ്. പറയാൻ പറ്റുന്ന, കാണിക്കാൻ പറ്റുന്ന വിഷ്വൽസും എല്ലാ തരത്തിലുള്ള അത് ഭയങ്കര രസമാണ്. അങ്ങനത്തെ സിനിമകൾ കാണാൻ അങ്ങനത്തെ ഓഡിയൻസ് ഉണ്ടാവുന്നത് ഭയങ്കര രസമാണ്. അതുകൊണ്ടായിരുന്നു വേറെ എന്താ ഒരുപാട് വയലൻസോ ഒരുപാട് സീരിയസ് മിസ്റ്റേക്സ് ഒന്നും ഇല്ലാതെ ഒരു പ്രേക്ഷകനെ സംബന്ധിച്ച് ടിക്കറ്റ് എടുക്കുന്ന കാശിന് വെർത്തായിട്ട് ചിരിച്ചിറങ്ങി രണ്ടാമത് ഒരാളെ വിളിച്ചിട്ട് കളിയായി കാണണം കേട്ടോ, ഫാമിലി ആയിട്ട് പോകാൻ കേട്ടോ എന്ന് പറയുന്ന ഒരു ഓഡിയൻസ് ഇപ്പൊ റീസെന്റ് ആയിട്ട് സമമായ ഒരു സിനിമ ഇറങ്ങി. ഇപ്പോൾ പ്രേക്ഷകർ അത്രയും ഹൗസ്ഫുൾ ആയിട്ട് തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ തിയേറ്ററിൽ സന്തോഷത്തോടെ ഇറങ്ങി വരുന്ന സിനിമകളും ഉണ്ട്. ഭയങ്കര സീരിയസ് ആയിട്ട് ആ ഓരൊക്കെ നിന്ന് അയ്യോ എന്നൊരു മൂഡിൽ ഇറങ്ങുന്ന സിനിമകളും ഉണ്ട്. അപ്പൊ പെണ്ണ് കേസ് എങ്ങനെയുള്ള ഒരു റിസൾട്ട് ആയിരിക്കും പ്രേക്ഷകർ നൽകാനായിട്ട്? ഭയങ്കര സീരിയസ് ആയിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഈ സബ്ജക്റ്റും അറിയേണ്ടതാണ്, അറിഞ്ഞിരിക്കേണ്ടതാണ് എന്നൊരു മോഡായിരിക്കും, അല്ലെങ്കിൽ ഒരു ഹാപ്പി മോഡിൽ ഇടം വന്ന് ഫണ്ണായിട്ട് കണ്ടു പോകാം എന്ന് പറയുന്ന പേപ്പർ മോഡൽ? ബേസിക്കലി ഞാനൊരു എന്താ പറയുക ഭയങ്കര വയലൻസിന്റെ സിനിമകളുടെ ഫാൻ അല്ല. കാരണം അങ്ങനത്തെ സിനിമകൾ മോശമാണല്ല, അങ്ങനത്തെ സിനിമകളുടെ ഫാനല്ല. ഇപ്പൊ റീസെന്റ് ഇതിനു മുന്നേ ഇവിടെ ഇറങ്ങിയിട്ടുള്ള പടങ്ങളിൽ നന്നായിട്ട് കളക്ട് ചെയ്തിട്ടുള്ള പടങ്ങൾ, വയലൻസുള്ള പടങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി അത് കുറച്ച് ദിവസത്തേക്ക് ഇനി കുറച്ച് ട്രോമ തരുന്നൊരു പടങ്ങളൊക്കെയാണ്. അപ്പോൾ അത് ഓരോരുത്തരുടെ ചോയ്സാണ്. അത് കാണാൻ ആഗ്രഹമുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. ഈ സിനിമ തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടിരുന്ന് കണ്ട് ചിരിച്ച് കണ്ട് സന്തോഷിച്ച് ഇറങ്ങി പോകാൻ പറ്റുന്ന, സന്തോഷം ഇൻ ദ സെൻസ് എന്റർടൈൻമെന്റ് ആണത്. അല്ലാതെ നേരത്തെ പറഞ്ഞ പോലെ ഫുൾ ഒരു കോമഡി മൂവി അല്ല. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് വേറെ പല പല ഇമോഷൻസിലൂടെ കടന്നു പോകുന്ന ഒരു സിനിമയാണ്. ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ട്രാക്ക് ഉണ്ട്, ഇമോഷൻസ് പറയുന്നുണ്ട്, നല്ല രീതിയിൽ ഡ്രാമയുണ്ട്. അപ്പോൾ ബാക്കിയെല്ലാം പറഞ്ഞ പോലെ എല്ലാം സിറ്റുവേഷനാണ്. കോമഡി പറയാൻ വേണ്ടിയിട്ട് കൗണ്ടർ അടിച്ച് അങ്ങനത്തെ ഒന്നുമില്ല ഇതിനകത്ത്. ഓരോരുത്തരുടെ അവസ്ഥയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഈ പറ്റിക്കപ്പെട്ട ഭർത്താക്കന്മാരുടെ അവസ്ഥ നമുക്ക് കാണുമ്പോൾ ഭയങ്കര തമാശയായിട്ട് തോന്നും. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന സിനിമയാണ്. അപ്പോൾ എന്തായാലും ഈ നേരത്തെ പറഞ്ഞ വയലൻസ് മൂവി കണ്ടിറങ്ങിയ ഒരു കൂടെ ആയിരിക്കില്ലേ പടം കണ്ടിറങ്ങിയത്. ഡയറക്ടർ സാർ, നിഖിലയുടെ ഒരു ദശാവതാരമായിരിക്കും ചോദിച്ചിട്ട് നിങ്ങൾക്ക് ചിരി വരുന്നില്ലേ? ചോദിച്ചിട്ട് ചിരിക്കുക അതൊന്നുമില്ല. അല്ല, വേറെ ഇതിനകത്ത് നീലയുടെ പെർഫോമൻസ് ഭയങ്കര രസമാണ്. ഇതിനകത്ത് ഒരുപാട് ഇമോഷൻസിലൂടെ നീല കടന്നു പോകുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ഒരു ആദ്യം ഒരു കളിയായിട്ട് പോകുന്ന, അതുപോലെ തന്നെ വേറെ ഭയങ്കര ഡെപ്തുള്ള ഇമോഷൻസിലൂടെ നീലയുടെ ക്യാരക്ടർ കടന്നു പോകുന്നുണ്ട്. ഇതെല്ലാം ഇത്രയ്ക്കധികം ഇമോഷൻസിലൂടെ കടന്നു പോകുന്ന നീലയുടെ ക്യാരക്ടർ അടുത്ത് ഞാൻ കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അതുണ്ട്, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്.
നിങ്ങൾ പലപ്പോഴേ ഈ റൊമാൻസ് ആളുകളുടെ ഒരു സൈഡിലേക്കാണ് മെയിൽ ആക്ടർ റൊമാൻസ് ചെയ്യുന്നു. ഇതിലൊക്കെ ഒരു ക്രെഡിറ്റ് ആയിട്ട് പറയും. ഒരു ഫീമെയിൽ ആക്ടർ അവരുടെ അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് കേട്ടിട്ട് നടി നന്നായിട്ട് റൊമാൻസ് ചെയ്യുന്നുള്ള കമന്റുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു അങ്ങനെ ഒരു ബഹുമതി പോലെ ഒന്ന് കൊടുക്കുന്നതാണ്. അത് അതിനപ്പുറത്തെ സൈഡിൽ ഇപ്പോൾ ഒരു പടത്തിലൊരു നായകനെ 3 പിള്ളേരൊക്കെ പ്രേമിക്കുന്നത് ഒരു ഭയങ്കര മാച്ചോ കാര്യമൊക്കെ ആയിട്ട് പ്രസന്റ് ചെയ്ത സിനിമകളുണ്ട്. തമിഴിലെ തീരാതോടെയായിട്ട് പിള്ളേർ മലയാളത്തിലൊക്കെയാണ് മുകേഷ് ഏട്ടനൊക്കെ അങ്ങനെ റോളുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് ഒരേ സമയം പല പുരുഷന്മാരെ സ്നേഹിക്കുന്നത് സ്ത്രീ അങ്ങനെയല്ല പോർട്രേ ചെയ്യാൻ പലപ്പോഴും. ഇത് അങ്ങനെ ഒരു ബ്രേക്ക് ചെയ്യലും അല്ലെങ്കിൽ അതിലും ഒരു ഫണ്ടുണ്ട്. സ്ത്രീകളുടെ സൈഡിൽ പല പുരുഷന്മാരെ പ്രേമിക്കുന്നതിനകത്ത് ഒരു ഫണ്ട്. ഇപ്പം മധുരമനോരമോഹത്തിന് ആ ഒരു ആംഗിൾ ഉണ്ട്. അതിനെ കുറച്ചും കൂടി കമേഴ്ഷ്യൽ ചെയ്ത് സൈസ് ചെയ്ത് പെണ്ണുകേസിൽ കാണിക്കും. ഉണ്ടാവാം. അങ്ങനെ മാച്ചോ വുമൺ അങ്ങനത്തെ ക്യാരക്ടറൊന്നും അല്ല. പക്ഷെ പറഞ്ഞില്ലേ, അതിന് നമ്മൾ കല്യാണം കഴിച്ച് പറ്റിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. അല്ലാണ്ട് കല്യാണം കഴിച്ച് മറ്റേ നന്നായി ജീവിച്ചിട്ട് പിന്നെ ഇതായി പോയി അങ്ങനെയല്ല. കല്യാണം കഴിച്ച് പറ്റിക്കണം എന്ന് പറയുന്നതാണ്. ഇന്നലെ ഞാനിങ്ങനെ ഏതോ ഇന്റർവ്യൂവിന്റെ ഇതിന്റെ അടുത്ത് കണ്ടു. അതായത് അത് ഇതൊക്കെ ഒരു തൊഴിലാണെന്നാണ് പറയുന്നത്. അതൊരു തൊഴിലായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഈ പറഞ്ഞ പോലെ കള്ളൻ എന്ന് പറയുന്നത്, മോഷണം എന്ന് പറയുന്നത് അവർക്ക് തൊഴിലാണ്. നമ്മളതിന് അതൊക്കെ ഒരു തൊഴിലാണെന്ന് വെച്ചാൽ അതും തൊഴിലാണ്. നിങ്ങൾ ചെയ്യുന്ന കാര്യം തൊഴിലാണ്. ഓൺലൈൻ മീഡിയ പറയുന്നത് അവർക്ക് തൊഴിലായിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ എനിക്കിപ്പോ എന്താ പറയാ, അതൊരു നല്ല കാര്യം അല്ലാതെ തോന്നിയാൽ പോലും അവര് ചെയ്യുന്നത് അവർക്ക് തൊഴിലാണ്. അപ്പം അല്ലേ, അവര് ചെയ്യുന്ന കാര്യം അവർക്ക് തൊഴിലായിരിക്കുന്ന സാഹചര്യത്തിൽ എല്ലാം തൊഴിലാണ്. ഇവിടെയും അങ്ങനെ അതൊരു തൊഴിലായി ചെയ്ത് ജീവിക്കുന്ന ഒരു പെൺകുട്ടി എന്ന് പറയുന്നത് 100% പ്രൊഫഷണൽ. ആര് ചോദിച്ചത്? നിനക്കെന്താ തോന്നുന്നത്? നിനക്കെന്ത് തോന്നുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഓരോരുത്തർക്കും എന്ത് തോന്നുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. എനിക്ക് എന്ത് തോന്നുന്നു എന്നുള്ളത് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. നിനക്ക് എന്ത് തോന്നുന്നു എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അത്രയും പെണ്ണുകേസിലെ കല്യാണ തട്ടിപ്പാണ് കണ്ടന്റ്. എത്ര നേരത്തെ നമ്മൾ പറയുന്നത് കല്യാണം തട്ടിപ്പ് നടത്തി പറ്റിക്കുന്ന പെൺകുട്ടി എന്നുള്ളതാണ്. വാഴ സിനിമയിൽ ഗംഭീരമായിട്ടുള്ള ക്യാരക്ടറാണ് വാഴ. എല്ലാവർക്കും വാഴയുണ്ട്. വാഴ ഗംഭീരമായിട്ടുള്ള റോളായിരുന്നു. അതിനുശേഷം ഒരുപാട് പേര് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് തമിഴിലാണ്. നിഖില എങ്ങനത്തെ ക്യാരക്ടറാണ് പ്രതീക്ഷിക്കുന്നത്? അതായത് വാഴയിലെ പോലത്തെ ഗ്രൗണ്ട് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള അങ്ങനത്തെ ക്യാരക്ടറാണോ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ പടങ്ങളാണോ പ്രതീക്ഷിക്കുന്നത്? എത്തരത്തിലുള്ള ക്യാരക്ടറാണ് ഇനി നമുക്ക് അത് ലാംഗ്വേജ് തമിഴ് മാത്രമല്ല അതർ ലാംഗ്വേജിൽ പോകുമ്പോൾ നിഖില എങ്ങനത്തെയാണ്? ഇല്ല, അങ്ങനെയല്ല. അപ്പൊ അതല്ല, ഇപ്പൊ ഞാൻ തമിഴാണ് മലയാളം കഴിഞ്ഞാൽ ചെയ്യുന്ന ഒരു ലാംഗ്വേജ് എന്ന് പറയുന്നത്. തമിഴില് എനിക്കിങ്ങനെ ഭയങ്കര റഷല്ല. ഒരുപാട് സിനിമകൾ ചെയ്യണം എന്നുള്ളതുണ്ട്. ഭയങ്കര നല്ല രസമുള്ള ക്യാരക്ടേഴ്സ് വരുമ്പോൾ ചെയ്യാനുള്ളതുണ്ട്. മലയാളത്തിൽ സിനിമകൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ അങ്ങനെ അവിടെ ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അവിടെ നിന്ന് വരുന്ന ക്യാരക്ടേഴ്സിൽ നല്ലതാണ്, ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്ന ക്യാരക്ടേഴ്സാണ് ചെയ്യുക. അപ്പൊ വാഴ എന്ന് പറയുന്ന സിനിമയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് പോലത്തെ ഒരു ക്യാരക്ടർ ആയതുകൊണ്ടാണ് അതിന് ഇത്രയും അപ്രിസിയേഷൻ വരുന്നത്. മറ്റേതിലൊക്കെ ചിലപ്പം എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തൊരു എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകാന്നുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ഇതുപോലത്തെ പെൺകുട്ടികൾ ഉണ്ടാവുമോ എന്നുള്ളതൊക്കെ തോന്നാം. ചിലപ്പോൾ കേസിലാണെങ്കിലും ചിലപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് തോന്നാം എന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ അങ്ങനെ അഭിപ്രായങ്ങൾ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, എന്നെ സംബന്ധിച്ച് പലതരത്തിലുള്ള ആൾക്കാർ ജീവിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ. നല്ലത് മാത്രം കാണിച്ചാൽ അല്ല, എല്ലാ ഇതും നമ്മൾ അറിയണമെന്നുള്ളതിൻ്റെ ഇതാണ് എനിക്ക് തോന്നിയത്. അതാണ് എനിക്ക് എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയത്. ഇതിലെന്താണ് പുതിയതായിട്ടെന്ന് ചോദിച്ചാൽ കല്യാണം തട്ടിപ്പ് നടത്തുന്ന ഒരു പെൺകുട്ടിയുടെ കഥ നമ്മൾ കേട്ടിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയ കാര്യം. തിയേറ്ററിൽ വന്ന് കാണുന്ന